യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പഞ്ചൂർ കോടതിയിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. ബെയിലിൻ ദാസിനെ രാവിലെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അല്പസമയം മുൻപാണ് ബെയിലിനെ പുറത്തേക്ക് ഇറക്കിയത്. ഇന്നലെയാണ് തുമ്പ സ്റ്റേഷൻ കടവ് ഭാഗത്തുനിന്ന് ബെയിലിൻ ദാസിനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ഇന്ന് രാവിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ദീർഘനാൾ ഒളിവിലായിരുന്നു ബെയിലിൻ ദാസ്. എന്തുകൊണ്ട് ബെയിലിനെ പിടികൂടുന്നില്ല എന്ന വിമർശനമൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അഭിഭാഷകരുടെ കുടുംബം മുഖ്യമന്ത്രി അടക്കം കാണാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നലെ സ്റ്റേഷൻ കടവിൽ നിന്ന് ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്ത ബെയിലിൻ ദാസ് മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മഞ്ചൂർ കോടതിയിലേക്ക്, വളരെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനും കോടതി അവിടെ ഉള്ളത്, മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മഞ്ചൂർ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബെയിലിനെ ജീപ്പിലേക്ക് കയറ്റുന്നു. MG പ്രതീഷാണ് വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. പ്രതീഷ്, കോടതിയിൽ പോലീസ് സ്വീകരിക്കുന്ന നിലപാടെന്താകും? എത്ര ദിവസത്തെ കസ്റ്റഡിയിലാകും ആവശ്യപ്പെടുക? പ്രതീഷ്. ഹാഷ്മി, അല്പസമയം മുമ്പാണ് യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ കോടതിയിലേക്ക് കൊണ്ടുപോയത്. വഞ്ചിയൂർ സ്റ്റേഷനിലായിരുന്നു പ്രതി ബെയിലിൻ ദാസ് ഉണ്ടായിരുന്നത്. ഇതുവരെ തന്റെ കക്ഷികൾക്ക് വേണ്ടി വാദിച്ചിരുന്ന, തനിക്ക് പരിചയമുള്ള, താൻ പ്രാക്ടീസ് ചെയ്ത അതേ കോടതിയിൽ ഒരു പ്രതിയായി ബെയിലിൻ ദാസ് എത്തുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അല്പസമയത്തിനകം തന്നെ ഇതിൽ കോടതി ഈ കേസ് പരിഗണിക്കും. മജിസ്ട്രേറ്റ് കോടതി 11, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 11ലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. നേരത്തെ സെഷൻസ് കോടതിയിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ജാമ്യ ഹർജി നൽകിയിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്തതോടുകൂടി തന്നെ ആ ജാമ്യ ഹർജി അസാധുവായി. ഇപ്പോൾ പുതിയ ജാമ്യ ഹർജി മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകർ നൽകിയിട്ടുണ്ട്. ഈ ജാമ്യ ഹർജി ഉൾപ്പെടെ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിൽ പ്രതിഭാഗം മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ബെയിലിൻ ദാസ് പോലീസിനോട് പറഞ്ഞ കാര്യം. ബോധപൂർവമായുള്ള ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല. ഓഫീസിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും പ്രകോപനപരമായ ചില പ്രസ്താവനകൾ അഡ്വക്കേറ്റ് ഷാമിലിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ഒരു മർദ്ദനത്തിലേക്ക് പോയി എന്നുള്ള ഒരു മൊഴിയായിരുന്നു ബെയിലിൻ ദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ മൊഴി തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിലും ഒപ്പം പോലീസിലും ബെയിലിൻ ദാസ് ആവർത്തിച്ചിട്ടുണ്ട്. ഈ വാദങ്ങളൊക്കെ തന്നെ കോടതി തള്ളുമോ? അതായത് ബെയിലിൻ ദാസിന് അത്രത്തോളം പരിചയമുള്ള കോടതി ഈ വാദങ്ങളൊക്കെ തന്നെ എങ്ങനെ കേൾക്കുമെന്നതാണ് ഏറ്റവും നിർണായകപരമായ കാര്യം. ഈ സംഭവം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായ ശേഷം ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നടന്നു. ബെയിലിൻ ദാസിനെ കസ്റ്റഡിയിലെടുക്കാനൊക്കെ തന്നെ പോലീസ് ശ്രമിച്ചെങ്കിലും അഭിഭാഷകരുടെ ഇടപെടലിനെ തുടർന്ന് അത് നടക്കാത്ത സാഹചര്യമുണ്ടായി. പിന്നീട് ബെയിലിൻ ദാസ് ഒളിവിൽ പോയി. അതിൽ വലിയ വിമർശനങ്ങൾ പോലീസിന് നേരിടേണ്ടി വന്നു. ഈ തലസ്ഥാനത്ത് തന്നെ 3 ദിവസമാണ് ബെയിലിൻ ദാസ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി നൽകിയതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ബെയിലിൻ ദാസിനെ തിരുവനന്തപുരത്തെ സ്റ്റേഷൻ കടവിൽ നിന്ന് പോലീസ് നാടകീയമായി അല്ലെങ്കിൽ പിടികൂടിയത്. ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി തിരിച്ച് സുഹൃത്തിനൊപ്പം കാറിൽ മടങ്ങുന്ന ഘട്ടത്തിലാണ് പോലീസ് സ്റ്റേഷൻ കടവിൽ വെച്ച് ബെയിലിൻ ദാസിനെ പിടികൂടുന്നത്. തുടർന്ന് തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വഞ്ചൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും വിശദമായി ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലും നേരത്തെ ഉണ്ടായിരുന്ന മൊഴി ബെയിലിൻ ദാസ് ആവർത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വാദം കേൾക്കും. പ്രതി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ കോടതി അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകരമായ കാര്യം. കാരണം ഇതിൽ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും അതേ കോടതിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ വരെ കേസുകൾ വാദിച്ചിരുന്ന ഒരു അഭിഭാഷകനാണ് ബെയിലിൻ ദാസ് പ്രതിയെന്ന മട്ടിൽ അവിടെ പോയി പ്രതിയായി അവിടെ നിൽക്കുന്നത്. ഇത്തരത്തിൽ എന്തോ പ്രകോപനം ഉണ്ടായെന്നൊക്കെ. പക്ഷേ ഈ പറയുന്ന ആ ദൃശ്യങ്ങൾ കണ്ടാൽ, ആ ചിത്രങ്ങൾ കണ്ടാൽ അത് കേവല പ്രകോപനത്തിൽ അത്രമാത്രം അടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കോടതി തീരുമാനിക്കട്ടെ.